സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6 വിഭാഗം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുതെന്ന് അറബി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖാല ബഅലുൽ അറബ് ലാ തൻകിഹു മിനൻ നിസാഇ സിത്ത. 6 വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുതേ. ലാ അന്നാന വലാ മന്നാന വലാ ഹന്നാന വലാ തൻകിഹുൽ ഹദ്ദാഖത വലാ ബർറാഖത വലാ ശദ്ദാഖത. ഈ 6 വിഭാഗം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുതേ എന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണ് അന്നാന? ഫഹിയല്ലത്തി തക്സുറുൽ അനീൻ വത്തശക്കി. ആവലാദിയും വേവലാദിയും പറയുന്ന പെണ്ണുങ്ങളാണ്. ജീവിതത്തിന്റെ വല്ലാത്ത അനുഭൂതികളിൽ പ്രവേശിക്കുന്ന വേളയിൽ അവരാവലാദിയും വേവലാദിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉരയുന്നവരും പറയുന്നവരുമാണവർ. അൽ മന്നാന അല്ലത്തി തമുന്നു അലാ സൗജിഹാ. എപ്പോഴും ഭർത്താവിന്റെ മേൽ മിന്നത്തു പറയുന്നവർ, ഭർത്താവിനെ കുറ്റം പറയുന്നവർ. ഫതഖൂലു, അവർ പറയുമത്രേ, ഫഅൽത ലി അജലിക കദാ വകദാ. ഭർത്താവ് എന്ത് ഉപകാരം ചെയ്തു കൊടുത്താലും നിങ്ങൾക്ക് ആ ഗുണം കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങളത് ചെയ്തത്, നിങ്ങൾക്ക് ഈ ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളത് ചെയ്തത് എന്നു പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനെയുള്ളവരെയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. വൽ ഹന്നാന അല്ലത്തി തഹുന്നു ഇലാ സൗജിൻ ആഖർ. മറ്റു ഭർത്താവിനെ അന്വേഷിച്ചു പോകുന്ന, സ്വന്തം ഭർത്താവിനെ വിട്ട് മറ്റുള്ളവരെ തേടി പോകുന്ന പെണ്ണാണവൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും നിങ്ങൾ തിരഞ്ഞെടുക്കരുതേ. അൽ ഹദ്ദാഖ അല്ലത്തി തർമി ഇലാ കുല്ലി ഷൈഇൻ ബിഹദഖതിഹാ ഫതസ്തഹി വതുകല്ലിഫു സൗജ ശറാഇഹു. എന്താണ് ഹദ്ദാഖ എന്ന് പറഞ്ഞാൽ? എല്ലാ വസ്തുക്കളെയും കൂർത്ത കണ്ണുകൊണ്ട് നോക്കുന്നവളാണവൾ. എല്ലാ വസ്തുക്കളെയും കൂർത്ത കണ്ണുകൊണ്ട് നോക്കുന്നവൾ. ഏത് കടയിൽ ചെന്നാലും കമ്പോളങ്ങളിൽ ചെന്നാലും വസ്തുക്കളിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കും. വതുകല്ലിഫു സൗജ്, തന്റെ ഭർത്താവിനെ അവൾ നിർബന്ധിക്കും അത് വാങ്ങുവാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെടുത്തി വാങ്ങിപ്പിക്കുന്നവൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും നിങ്ങൾ വിവാഹം കഴിക്കരുതേ. അൽ ബർറാഖ അന്തകൂന തുലൻ നഹാർ ഫീ തസ്ഖീലി വജ്ഹിഹാ വതസീനിഹി. പ്രഭാതം മുതൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് തന്റെ മുഖത്തെ ഭംഗിയാക്കുവാൻ വേണ്ടിയിട്ട്, തന്റെ മുഖത്തിന്റെ തിളക്കവും ഭംഗിയും കൂട്ടാൻ വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നവൾ എന്തിനു വേണ്ടിയാ? ലിയകൂന ലിവജ്ഹിഹാ ബരീഖ്. അവളുടെ മുഖം വെട്ടിത്തിളങ്ങുന്ന നല്ല ശോഭയുള്ള മുഖമാകാൻ വേണ്ടിയിട്ട് സമയം മുഴുവനും ബ്യൂട്ടി പാർലറുകളിലും മറ്റും ചിലവഴിക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും വിവാഹം കഴിക്കല്ലേ. ശദ്ദാഖ എന്ന് പറഞ്ഞാൽ അൽ മുതശദ്ദിഖത്തുൽ കസീറത്തുൽ കലാം. സംസാരം ദീർഘിപ്പിക്കുന്ന പെണ്ണാണവൾ. അവളുടെ നാവ് ഹൈവേ പോലെ, സംസാരിച്ചാൽ നിർത്താതെ വല്ലാതെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള സംസാരങ്ങൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും വിവാഹം കഴിക്കരുതേ. ഉലമാക്കൾ നമ്മളെ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിക്കാൻ പ്രായമായി എത്തി നിൽക്കുന്ന യുവാക്കളെ, പെണ്ണുങ്ങൾ അവൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ, നമ്മുടെ ജീവിതത്തിന്റെ താങ്ങും തണലായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പെണ്ണ്, ഇത്
സ്വാലിഹത്തായ പെണ്ണായിരിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തഖയ്യറൂ ലിനുത്ഫികും, നിങ്ങളുടെ ബീജത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക, വഅൻകിഹുൽ ലക്ഫാ, നിങ്ങൾക്ക് യോജിച്ചതിനെ നിങ്ങൾ വിവാഹം കഴിക്കുക, വഅൻകിഹു ഇലൈഹിം, അങ്ങട്ട് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് യോജിച്ച ദീനിന്, നിങ്ങൾക്ക് അല്ലാഹുവിനോട് അടുക്കാൻ വേണ്ടി സഹായമാകുന്ന രൂപത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമായി, മനസ്സിന് കുളിർമയായി ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി കടന്നു വന്ന ഖദീജ ബീവിയെ പോലെയുള്ള സഹധർമ്മിണിയെ നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ പറഞ്ഞത്, ഇന്ന ഖൈറ മാ യതസവ്വജു ബഅദ തഖ്വല്ലാഹ്, അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഖൈറിൽ ഏറ്റവും നല്ലത് അത് അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നൊരു ഹൃദയമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിവുള്ള, പടച്ചവനെ പേടിയുള്ള, സദാസമയം അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ള, തഖ്വയുള്ള കൽബുള്ളതിന് ശേഷം ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ അൽ മർഅത്തു സ്വാലിഹ, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് സഹോദരങ്ങളെ. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും കളിയാടുന്ന വേളകളാണുണ്ടാവുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി സദാസമയം നീ ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ നിന്നോട് പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളെ നീ നൽകണേ റഹ്മാനെ. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ, മുത്തഖീങ്ങളുടെ ഇമാമിങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റുകയും ചെയ്യണേ റബ്ബേ. ആ പ്രാർത്ഥന പടച്ച തമ്പുരാൻ നമ്മളോട് നിത്യമായി ചെയ്യുവാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്ന പെണ്ണുങ്ങൾ അള്ളാഹു സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളാക്കി നൽകുമാറാവട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുതെന്ന് അറബി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖാല ബഅലുൽ അറബ് ലാ തൻകിഹു മിനൻ നിസാഇ സിത്ത, 6 വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുതേ. ലാ അന്നാന വലാ മന്നാന വലാ ഹന്നാന വലാ തൻകിഹുൽ ഹദ്ദാഖത വലാ ബർറാഖത വലാ ശദ്ദാഖത. ഈ 6 വിഭാഗം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുതേ എന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണന്നാന? ഫഹിയല്ലത്തി തക്സുറുൽ അനീൻ വത്തശക്കി, ആവലാദിയും വേവലാദിയും പറയുന്ന പെണ്ണുങ്ങളാണ്. ജീവിതത്തിന്റെ വല്ലാത്ത അനുഭൂതികളിൽ പ്രവേശിക്കുന്ന വേളയിൽ അവരാവലാദിയും വേവലാദിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉരയുന്നവരും പറയുന്നവരുമാണവർ. അൽ മന്നാന അല്ലത്തി തമുന്നു അലാ സൗജിഹാ, എപ്പോഴും ഭർത്താവിന്റെ മേൽ മിന്നത്തു പറയുന്നവർ, ഭർത്താവിനെ കുറ്റം പറയുന്നവർ. ഫതഖൂലു, അവർ പറയുമത്രേ, ഫഅൽത ലി അജലിക കദാ വകദാ, ഭർത്താവ് എന്ത് ഉപകാരം ചെയ്തു കൊടുത്താലും നിങ്ങൾക്ക് ആ ഗുണം കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങളത് ചെയ്തത്, നിങ്ങൾക്ക് ഈ ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളത് ചെയ്തത് എന്ന് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനെയുള്ളവരെയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. വൽ ഹന്നാന അല്ലത്തി തഹുന്നു ഇലാ സൗജിൻ ആഖർ, മറ്റു ഭർത്താവിനെ അന്വേഷിച്ചു പോകുന്ന, സ്വന്തം ഭർത്താവിനെ വിട്ട് മറ്റുള്ളവരെ തേടിപ്പോകുന്ന പെണ്ണാണവൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും നിങ്ങൾ തിരഞ്ഞെടുക്കരുതേ.
الحداقة التي ترمي إلى كل شيء بحدقتها فتشتهي وتكلف الزوج شرائه. എന്താണ് ഹദ്ദാഖ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും കൂർത്ത കണ്ണുകൊണ്ട് നോക്കുന്നവളാണവൾ. എല്ലാ വസ്തുക്കളെയും കൂർത്ത കണ്ണുകൊണ്ട് നോക്കുന്നവൾ. ഏത് കടയിൽ ചെന്നാലും കമ്പോളങ്ങളിൽ ചെന്നാലും വസ്തുക്കളിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കും. വതുകല്ലിഫു സൗജ്, തന്റെ ഭർത്താവിനെ അവൾ നിർബന്ധിക്കും അത് വാങ്ങുവാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെടുത്തി വാങ്ങിപ്പിക്കുന്നവൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും നിങ്ങൾ വിവാഹം കഴിക്കരുതേ. അൽ ബറാഖ അൻ തകൂന തുലൻ നഹാർ ഫീ തസ്ഖീലി വജ്ഹിഹാ വതസീനിഹി. പ്രഭാതം മുതൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് തന്റെ മുഖത്തെ ഭംഗിയാക്കുവാൻ വേണ്ടിയിട്ട്, തന്റെ മുഖത്തിന്റെ തിളക്കവും ഭംഗിയും കൂട്ടാൻ വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നവൾ എന്തിനു വേണ്ടിയാ? ലിയകൂന ലിവജ്ഹിഹാ ബരീഖ്, അവളുടെ മുഖം വെട്ടിത്തിളങ്ങുന്ന നല്ല ശോഭയുള്ള മുഖമാകാൻ വേണ്ടിയിട്ട് സമയം മുഴുവനും ബ്യൂട്ടി പാർലറുകളിലും മറ്റും ചിലവഴിക്കുന്ന പെണ്ണുങ്ങൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും വിവാഹം കഴിക്കല്ലേ. ഷദ്ദാഖ എന്ന് പറഞ്ഞാൽ അൽ മുതശദ്ദിഖത്തുൽ കസീറത്തുൽ കലാം, സംസാരം ദീർഘിപ്പിക്കുന്ന പെണ്ണാണവൾ. അവളുടെ നാവ് ഹൈവേ പോലെ സംസാരിച്ചാൽ നിർത്താതെ വല്ലാതെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള സംസാരങ്ങൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും വിവാഹം കഴിക്കരുതേ. ഉലമാക്കൾ നമ്മളെ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിക്കാൻ പ്രായമായി എത്തി നിൽക്കുന്ന യുവാക്കളെ, പെണ്ണുങ്ങൾ അവൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ താങ്ങും തണലായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പെണ്ണ് ഇത് സ്വാലിഹത്തായ പെണ്ണായിരിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തഖയ്യറൂ ലിനുത്ഫികും, നിങ്ങളുടെ ബീജത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. വഅൻകിഹുൽ ലക്ഫാ, നിങ്ങൾക്ക് യോജിച്ചതിനെ നിങ്ങൾ വിവാഹം കഴിക്കുക. വഅൻകിഹു ഇലൈഹിം, അങ്ങട്ട് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് യോജിച്ച ദീനിന്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി സഹായമാകുന്ന രൂപത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമായി, മനസ്സിന് കുളിർമയായി ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി കടന്നു വന്ന ഖദീജ ബീവിയെ പോലെയുള്ള സഹധർമ്മിണിയെ നമ്മൾ ആഗ്രഹിക്കുക. അതിനു വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ പറഞ്ഞത്, ഇന്ന ഖൈറ മാ യതസവ്വജു ബഅദ തഖ്വല്ലാഹ്, അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഖൈറിൽ ഏറ്റവും നല്ലത് അത് അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നൊരു ഹൃദയമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിവുള്ള, പടച്ചവനെ പേടിയുള്ള, സദാസമയം അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ള, തഖ്വയുള്ള കൽബുള്ളതിനു ശേഷം ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ അൽ മർഅത്തു സ്വാലിഹ, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് സഹോദരങ്ങളെ. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും കളിയാടുന്ന വേളകളാണുണ്ടാവുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി സദാസമയം നീ ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ നിന്നോട് പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളെ നീ നൽകണേ റഹ്മാനെ. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമിങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റുകയും ചെയ്യണേ റബ്ബേ. ആ പ്രാർത്ഥന പടച്ച തമ്പുരാൻ നമ്മളോട് നിത്യമായി ചെയ്യുവാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്ന പെണ്ണുങ്ങൾ അള്ളാഹു സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളാക്കി നൽകുമാറാവട്ടെ.